പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നത് ഏതിലായിരുന്നു? ഇല്ലേ, എന്തോത്തിലായിരുന്നു? പെട്ടകത്തിൽ. ഏത് പെട്ടകത്തിൽ? സമാഗമന കൂടാരത്തിൽ മുഴുവൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ അതിവിശുദ്ധ സ്ഥലത്തും ഏതിലായിരുന്നു ഉണ്ടായിരുന്നത്? ആ പെട്ടകത്തെ. കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത് പഴയ കാലത്ത്, അല്ലേ? ആ പെട്ടകത്തിന്മേല. അതുകൊണ്ടാണ് പോകുന്നിടത്തൊക്കെ സമാഗമന കൂടാരമൊക്കെ കൊണ്ടുപോകുമെങ്കിലും പക്ഷെ ഇതായിരുന്നു അവരെന്ത് ചെയ്തത്? സൂക്ഷിച്ചിരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ. അതുകൊണ്ട് യോർദാനൊക്കെ കിടക്കാൻ നേരത്ത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ തെളിവായിരുന്നു യഹോവയുടെ പെട്ടകം. അത് പഴയ കാലത്ത് അത് നമുക്കറിയാം. പിന്നെ പെട്ടകം പിടിക്കപ്പെട്ടു, ഇപ്പോൾ അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. എന്നാൽ പുതിയ സഭയിലേക്ക് വരുമ്പോഴാ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മളെങ്ങനെ അറിയുന്നേ? നമ്മളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലാണ്. അല്ലാതെ പെട്ടകത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി നമ്മുടെ കാറി വെച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഈ നമ്മൾ ഇവിടെ പോയാൽ, ഇവിടെ ഹോളി ലാൻഡിൽ പോയാൽ, വിശുദ്ധ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തോത്തിൻ്റെ വേണേലും രൂപം കിട്ടും. കെരൂബുകളൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ പെട്ടകത്തിൻ്റെ രൂപമുണ്ട്, എഴുന്നള്ളകളുടെ എല്ലാത്തിൻ്റെ രൂപം കിട്ടും. ഇത് മേടിച്ച് കാളി വെച്ചുകൊണ്ടൊന്നും എന്ത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഉണ്ട്. സാന്നിധ്യം നിൻ്റെ കൂടാ വരണ്ടേ, നിന്നിലാണ് വരണ്ടേ. വേറെ ഒരു സംഭവം മാത്രം എടുത്തേച്ച് ഞാൻ എൻ്റെ പ്രസംഗം പെട്ടെന്ന് ഞാൻ നിർത്താം. പഴയ നിയമത്തിൽ അതിശക്തനായൊരു പ്രവാചകനായിരുന്നു ആര്? നിങ്ങൾ കല്ലും കുറേ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഉത്തരം പറയണേ. ആരായിരുന്നു? യെശയ്യാവ്. പിന്നെ അവനേക്കാൾ തീവ്രവാദി ഒരാളുണ്ടായിരുന്നു. ആരാ? ഇരമ്യാവ്. അതിനേക്കാൾ തീവ്രവാദിയാകുന്നത് ഞാൻ ചോദിച്ചത് ഏലിയാവ്. തിസ്ബയിൽ നിന്നുള്ള ശത്രുനായ ഏലിയാവ് എന്നാണ് പുള്ളിയെക്കുറിച്ച് പറയുന്നത്. ഇവൻ്റെ അത്ഭുതങ്ങൾ ഇവൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏലിയാവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഒരു വടി. അത് തന്നെ. വാ, ഈ ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കയ്യിലൊരു വടിയാണ്. മോശയുടെ കയ്യിലുണ്ടായിരുന്നു, ഇല്ലേ? ഇവൻ്റെ കയ്യിലൊരു വടിയുണ്ട്. അത് അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. ഒരു വടി അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് തലമുറ മാറിയ വടിയൊന്നും അല്ല കേട്ടോ. അതിന് ആരും മോശയിലത്തെ വടിയല്ല, അഹരോൻ്റെ വടിയല്ല. അഹരോന് വേറെ വടി ഉണ്ടായിരുന്നു, മോശയ്ക്ക് വേറെ വടിയുണ്ട്. അതൊന്നും ഓർത്തോണം. അറിയാമോ? അഹരോൻ്റെ വടിയല്ല മോശ എടുത്ത് എന്ത് ചെയ്തത്? അവിടെ കൊണ്ടുവച്ചത് അല്ലല്ല. അഹരോൻ മോശയുടെ വടിയും മോശയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, അതും അല്ല എവിടെ ഇരുന്നത്? പെട്ടകത്തി വെച്ചത്. അപ്പോൾ അതൊന്നും അല്ല ആരുടെ വന്നേക്കുന്നത്? ഏലിയാവിൻ്റെ കയ്യിൽ വന്നേക്കുന്നത്. അഹരോൻ്റെ വടി ഏത് വടിയായിരുന്നു? ഏത് മരം കൊണ്ടുണ്ടാക്കിയതാ? ബദാമായിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? ഏതൊരു വടിയാണോ അതേ പൂക്കത്തുള്ളൂ, അതിൽ നിന്നേ കായ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും കായ്ക്കുന്ന ഫലം. അത് പറഞ്ഞാൽ അതും വിടുക ഇനി. ഓക്കെ, അതുമല്ല വിഷയം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് അതാണ് ഇവിടെ വെച്ചേക്കുന്നത്. ആ തളിർത്ത വടി ഞാൻ എപ്പോഴും ചിന്തിച്ചു, അതിൻ്റെ തളിർപ്പ് പിന്നെ എപ്പോഴെങ്കിലും പോയോ? നമ്മുടെ തളിർപ്പൊക്കെ എന്നേ പോയില്ലേ? ദൈവസാന്നിധ്യത്തിലിരിക്കുന്നവൻ്റെ തളിർപ്പൊരിക്കലും നഷ്ടപ്പെടത്തില്ല. അതും അങ്ങോട്ട് വിടുകയാണ് ഞാൻ. അവിടെ ഒന്നുമല്ല എൻ്റെ വിഷയം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും പലരുടെ കയ്യിൽ നമുക്ക് ഓരോ വടി കാണാം. ഏലിയാവിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നോ? എന്തോ തെളിവ്? എടാ, യോർദാനെ വടി കൊണ്ടല്ല, പുതപ്പ് കൊണ്ട് അടച്ച. അവൻ പുതപ്പ് കൊണ്ടായിരുന്നു, വടി ഉണ്ടായിരുന്നു. ഏലിയാവിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെന്ന് ചുമ്മാ പറഞ്ഞ കാര്യമില്ല, തെളിവ് വേണോ എനിക്ക്? എവിടെങ്കിലും വേറെ ദിവസത്തിൽ പറഞ്ഞിരിക്കണം ഏലിയാവിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗേഹസിയുടെ കയ്യിൽ ഏലിയാവ് എന്ത് ചെയ്യുന്നുണ്ട്? വടി കൊടുത്തേക്ക്. നമുക്ക് നോക്കാം, വേഗം വാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ഉടനെ അവൻ സംഭവമൊക്കെ നമുക്കറിയാലോ. അവിടെ ഞാൻ അങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല. സംഭവം ഏതാ? ശൂന്യംകാരത്തി മകനെ മരിച്ച വിവരം വന്ന് ഏലിയാവിനോട് അറിയിക്കുകയാണ്. ഉടനെ അവൻ അറിഞ്ഞ ഉടനെ ഏലിയാവ് എന്ത് ചെയ്യുന്നു? ഗേഹസിയോട് പറഞ്ഞു. ഉടനെ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തു കൊള്ളുക. നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. അതെന്താ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം? അത് ഇവൻ്റെ ഒരു വീക്ക് പോയിന്റാ. ആരെ കണ്ടാലും ഒന്ന് കുശലം ചോദിച്ചേച്ച് പോകത്തുള്ളൂ. അങ്ങനെയുണ്ട് ചില പാസ്റ്റർമാർ.
ചില വിശ്വാസികൾ അങ്ങനെ തന്നെ. അങ്ങനെ കുശലം ചോദിച്ച് യോഗം കഴിയാറാകുമ്പോഴത്തേനാണ് ഇവിടെ എത്തുക. വരുന്ന വഴിക്കെല്ലാം പറഞ്ഞു എവിടെ പോവുക, എന്തിനാ പോകുന്നത്, എന്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ തെളിവ് പറഞ്ഞുതരാം. കാരണം ഇവൻ പിന്നൊരു അധ്യായത്തിൽ കാണാം ഇവനെ. ഓർക്കുന്നോ നിങ്ങൾ? നയമാൻ വന്ന് ഇവൻ കഥ ഉണ്ടാക്കാൻ മിടുക്കനാ. ആര്? ഗേഹസി. അങ്ങനെ നമ്മുടെ വിശ്വാസികൾ ചിലരുണ്ട് കഥ ഉണ്ടാക്കാൻ അവരെ പോലെ മിടുക്കര്. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എഴുതിയൊന്നും പേരെടുക്കരുത്. കഥയുണ്ടാക്കാൻ മിടുക്കനായിരുന്നു ആര്? ഗേഹസി. തെളിവന്നെ നയമാൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ശാരീല നാട്ടിൽ നിന്ന് 2 ആളുകൾ ഞങ്ങളുടെ പ്രവാചകൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്, അവരെ കൊടുക്കാൻ ഞങ്ങളുടെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്നുമില്ല. ആര് വന്നു, എവിടെ വന്നു? അതുകൊണ്ട് അവൻ്റെ നിന്ന് വല്ലതും കൊടുക്കാൻ വേണ്ടി എന്നെ നിൻ്റെ അടുക്കലോട്ട് എന്ത് ചെയ്തിരിക്കുക? എന്നെ കേട്ട വിശ്വസിക്കുന്ന കഥയായിരിക്കും പറയുന്നത്. അങ്ങനെ കഥ പറഞ്ഞിട്ടുള്ളവർ നമുക്കൊന്ന് കൈ ഉയർത്തിക്കാമോ? സംഭവം ഒന്നും നടന്നില്ലൊരു കഥ ഞാൻ അതുപോലെ സാറ് വന്ന എന്നെ കുത്താൻ വേണ്ടിയാ വന്നേ. കുത്താനല്ല, പണിയാനാ. കഥയുണ്ടാക്കാൻ മിടുക്കനാര്? ഗേഹസി. എനിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ പിന്നാലെ പറയാം, അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം. അതുകൊണ്ട് ഇവനോട് പ്രത്യേകം ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്തുവാ? നീ ആരെങ്കിലും കണ്ടാൽ അവനെ ഗ്രീറ്റ് ചെയ്യാൻ പോലും, വന്ദനം ചെയ്യാൻ പോലും പറയരുത്, സ്തോത്രം പോലും പറയരുത്. കാരണം നിൻ്റെ സ്വഭാവം എനിക്കറിയാം. നമ്മളോടൊക്കെ അത് പറഞ്ഞതെന്ന് വെച്ചാലോ, ഇയാളുടെ സഭയിലോട്ട് ഇല്ലെന്ന് പറയും. കുറേ നാളായി ഇയാളെ ഞാൻ വിടണമെന്ന് വിചാരിച്ചിരിക്കുക, ഇപ്പോൾ ഒരു കാരണം കിട്ടിയിരിക്കുക. പിന്നെ ഒരാളോട് മിണ്ടാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല, അനുവാദമില്ല. ഇയാളുടെ കൂടെ ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. എൻ്റെ കുഞ്ഞെ ദൈവകൃപ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നേ. കാരണം നിൻ്റെ സ്വഭാവം അറിയാം ഇത് ഇന്നതാന്ന്. പോട്ടെ, അങ്ങോട്ട് നിന്ന് ഞാൻ വിടും. പോട്ടെ. നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്. എന്തൊരു കഷ്ടം നോക്കുക. ഇനി ആരെങ്കിലും നിന്നെ കണ്ട് വന്ദനം ചെയ്താൽ പ്രൈസ് ലോർഡ് പറഞ്ഞാലോ, നീ തിരിച്ച് പറയരുതെന്ന്. നമ്മൾ പ്രൈസ് ലോർഡ് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കൂടെ പറഞ്ഞേച്ചാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? പോട്ടെ. എന്റെ വടി, ഈ ചിലർ അങ്ങനെ ഉണ്ട്. പോട്ടെ, ശരി. എന്തിനു പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്റെ വടി ബാലന്റെ മുഖത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വടി നീ എടുത്ത്, ആദ്യം പറഞ്ഞു എൻ്റെ വടി നിന്റെ കയ്യിലെടുക്കണം. എൻ്റെ വിഷയം എലിശയുടെ വടി. അത് തന്നെ. ഓക്കെ, സോറി, എലിശയുടെ വടി. എലിശയുടെ വടിയാ. ഇനി ഞാൻ പറയാൻ വരുന്ന കാര്യം, ഈ വടി കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്നാണ് ഇത് പറയാൻ. ഈ വടിയും കൊണ്ട് വെച്ചിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അപ്പച്ചന്മാർ ഉപയോഗിച്ച ബൈബിൾ നിൻ്റെ ഉണ്ടെന്ന് വേണ്ടി യാതൊരു ഗുണവുമില്ല. എത്ര ഒരു മനസ്സിൽ കത്തിയെന്ന് അറിയത്തില്ല. അപ്പച്ചൻ സാറ് പഠിപ്പിച്ച നോട്ടാ എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഹിജുമച്ചൻ പാസ്റ്റർ പഠിപ്പിച്ച അതേ സമാഗമനത്തിൻ്റെ നോട്ടാ ഞാൻ പഠിച്ചത്, ഒരു കാര്യവുമില്ല. ആ ബൈബിൾ പോലും കയ്യിരുന്നിട്ട് ഒരു കാണുമില്ല. അവൻ്റെ മേലുള്ള അഭിഷേകം നിൻ്റെ മേലുണ്ടായിരിക്കണം. പഴയതൊക്കെ ചിലത് കൈ വെച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് എലിശ പറയുക. അതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഇവിടുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എലിശ വിചാരിച്ചെന്തോ ഇത് വടിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നാ. That's the thing. അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ ബാലന്റെ അമ്മ പറഞ്ഞു, യഹോവയാണ് നിന്റെ ജീവനാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നിന്നെ വിടത്തില്ല. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. എന്നോട് കൂടെ വന്നേ പറ്റത്തുള്ളൂ. ശൂന്യക്കാരി പറയാണ്, എനിക്ക് നീയാണ് വരേണ്ടത്, വടിയല്ല, നിന്റെ ദാസനെയല്ല എനിക്ക് ആവശ്യം. എന്നിട്ട് വായിച്ചോ. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന്, ഗേഹസി ഇത്രയും പറയുന്നത് കേട്ടാലെങ്കിൽ ഇത്തിരി ഉളുപ്പുള്ളവനാണെങ്കിൽ അവിടെ നിൽക്കണം. പക്ഷെ ഗേഹസി അവർക്ക് മുമ്പായിട്ട് എന്ത് ചെയ്തു? ഓടി. കാര്യം എന്നെ പാസ്റ്റർ വരുന്നതിന് മുമ്പ് ഞാൻ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തേക്കാന്നും പറഞ്ഞേച്ച് ഗേഹസി അവന് മുമ്പായിട്ട് ഓടി വടി ബാലന്റെ മുഖത്ത് വെച്ചു. ഓർഡർ ഉണ്ടല്ലോ, വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. ഒരു അനക്കവും ഒരു ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ എതിരേൽപ്പാൻ മടങ്ങി വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ വിചാരിച്ച പോലൊന്നും നടക്കാതായപ്പോൾ ഒരുമാതിരി നോക്കി, വടിയൊക്കെ വെച്ച് നോക്കി അല്ലേ. ഇനി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങളവിടെ ഗേഹസി ഇതാ വന്നേക്കുന്നു, വടി ഇങ്ങനെ വെച്ച് നോക്കുന്നു, ശരിയാവുന്നില്ല. തിരിച്ച് വെച്ച് നോക്കി, മൂക്കിന് താഴോട്ട് വെച്ച് നോക്കി, താഴെന്ന് മൂക്കിലോട്ട് വെച്ച് നോക്കി, വടി കുറുകെ വെച്ച് നോക്കിയില്ലേ, വടി പല രീതി വെച്ച് നോക്കിയാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്,
നിൻ്റെ ഉള്ളിലിരിപ്പ് ശരിയാണ്. നിങ്ങൾ വിചാരിക്കുക അവിടെങ്ങാണം വല്ലതും നടന്നായിരുന്നെങ്കിൽ, എൻ്റെ അപ്പ, ഏത് അവിടെങ്ങാണ് ഈ വടി വെച്ചിട്ട് എന്തെങ്കിലും നടന്നായിരുന്നെങ്കിൽ. സാമ്പത്തിക ശേഷിയുള്ളൊരു സ്ത്രീയായിട്ടോ അവള്, അത് ഓർത്തോണം. ആരാ ഈ ശൂന്യംകാരി എന്ന് പറയുന്നത്? ഇഷ്ടം പോലെ പൈസ ഉള്ളൊരു സഹോദരിയാ. തെളിവുണ്ടതിന് മുമ്പ് ധനാഢ്യായൊരു സ്ത്രീ അവള്. അവളുടെ വീടൂടെ അടിച്ചു വാരി അവൻ എടുത്തുകൊണ്ട് പോയനെ. നയമാനെ കണ്ടിട്ട് വിടാത്തതായവൻ ഇവിടെങ്ങാണ് ദൂത് പറയാൻ. നിൻ്റെ കൈ കൊണ്ടൊന്നും നടക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നീ അത്ഭുതത്തിലല്ല നിൻ്റെ ദൃഷ്ടി, അത്ഭുതത്തിൻ്റെ പുറകെ വരുന്ന പണക്കിഴിയിലാണ് നിൻ്റെ ദൃഷ്ടി മുഴുവൻ. എന്താ നടക്കാത്തേ? കാരണം ഇവൻ്റെ മനസ്സെന്തുവാന്ന് നമുക്ക് പിന്നത്തെ ഇവൻ 5 ഒരു ഇതും ചെയ്യാത്തടുത്ത് ഇവൻ ആ കെയർ ഓഫ് പറഞ്ഞ് എന്ത് ചെയ്തവനാ? മുതലെടുത്തതാ. ഇവൻ വല്ലതും ചെയ്തോ? വഴിയെങ്കിലും കാണിച്ചു കൊടുത്തു. യോർദാനിൽ പോകുന്ന വഴി ഇതാ, ഞാനും കൂടെ വരാമെന്ന് എങ്ങാനും പോയായിരുന്നു. വല്ലതും ചെയ്തിട്ട് വല്ലതും ചോദിച്ചായിരുന്നെങ്കിൽ പിന്നെയും ഒരു ഇതുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ യജമാനൻ്റെ ശുശ്രൂഷ കൊണ്ട് സൗഖ്യം പ്രാപിച്ച നയമാനെ അടിച്ചു മാറ്റിയ ഇവൻ, ഇതാ ഇവൻ്റെ ഉള്ളിലിരിക്കുന്നതാ. ഞാൻ പറയട്ടെ, ദൈവത്തിന് നിൻ്റെ ഹൃദയവും ഹൃദയത്തിൻ്റെ ഉൾപ്പുകളും ചിന്തകളും ഒക്കെ നല്ലതുപോലെ അറിയാം. പലതും നടക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? തമ്പുരാന് കിട്ടേണ്ട മഹത്വം മുഴുവനും നീ അവിടെ നിന്ന് കവർന്നെടുക്കാൻ പോകുന്നത്. എൻ്റെ തമ്പുരാൻ പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ വേറൊരുത്തിന് കൊടുക്കുന്ന ദൈവമല്ല. ഒരിക്കലും ദൈവം ഇത് ചെയ്യത്തില്ല. അപ്പം നോക്കിക്കേ, ഇവിടെ ഗേഹസി എന്ത് ചെയ്തു? ഞാനൊരു കാര്യം പറയട്ടെ, ഏലിശ ഈ വടി കൊടുത്തയക്കണമെങ്കിൽ ഇതിന് മുൻപ് എപ്പോഴെങ്കിലും ഈ വടി കൊണ്ട് ചിലതൊക്കെ എന്ത് കാണണം? നടന്നു കാണണം. ഷുവർ, തീർച്ചയായിട്ടും. അല്ലാണ്ട് വെറുതെ കൊടുത്തു വിടത്തില്ലല്ലോ ഒരിക്കലും. എവിടേക്കോ ഏലിശായുടെ കയ്യിലിരുന്ന് ഈ വടി കൊണ്ട് വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദ റോഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ദ വൺ ഹു ക്യാരീസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വടിയല്ല പ്രാധാന്യം, അത് വഹിക്കുന്നവനാ പ്രാധാന്യം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ദൈവജനമേ, ദൈവം നമുക്ക് ചിലതൊക്കെ തന്നിട്ടുണ്ട്. ഈ തലമുറയിൽ ചിലതൊക്കെ ചെയ്യാനായിട്ട് ചില ദൈവകൃപ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് പ്രയോജനപ്പെടാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ തന്നവനുമല്ല, ലഭിച്ച കൃപയുടേതുമല്ല, നിന്റെ കയ്യിലെ പരാജയമാണ്. ഇത് പകൽക്കാലം അതൊന്ന് സമ്മതിക്കാമോ? കർത്താവേ, സംതിങ് ഈസ് റോങ് വിത്ത് മീ. എവിടേക്കോ എന്തോ പാളിച്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെടാനും അറിയാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഞാൻ ഇയാൾ ഈ ചില അക്ഷരങ്ങളൊന്നും സ്ഫുടമായിട്ട് ഇയാൾ പറയുന്നില്ല. ഞാനും വിചാരിച്ചു എന്തുവാ ഇയാൾ. അപ്പോൾ ഇയാൾ വേറൊരാളെ അനുകരിക്കുക. മറ്റേയാൾക്ക് ആ അക്ഷരം അങ്ങനെ പറയാൻ പറ്റാത്ത അയാളുടെ നാവിനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ബി എന്ന് പറയുന്ന ആള് എ എന്ന ആളിനെ അനുകരിക്കുക എല്ലാത്തിലും. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ ആൾക്ക് ചില അക്ഷരം എന്ത് ചെയ്യത്തില്ല, ചൊവ്വേ വരത്തില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നാവിനൊരു കെട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ അക്ഷരം അങ്ങനെ പറയുന്നത്. ഈ ഒരു കെട്ടുമില്ലാത്തവനും ഇതുപോലെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷേ അയാൾ ആ കെട്ടിയ നാവ് കൊണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത നാവ് കൊണ്ട് വല്ലതും പറയുമ്പോഴെന്ത് വിടുതൽ അനുഭവിക്കുന്നു. പക്ഷേ ഇയാൾ എന്തോ പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒന്നും നടക്കുന്നില്ല. കാര്യം എന്നാണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത് ബലഹീനതയോടെങ്കിലും പറയുന്നത് ദൈവശക്തിയോടും ദൈവകൃപയോടുമാ നീ അനുകരിക്കുക ചെയ്യുന്നേ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നും മോനെ, അങ്ങനെ വിളിക്കാനുള്ള പ്രായമേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്, പൊന്നു മോനെ, നീ എന്തിനാ ഈ വേഷം കെട്ട് കാണിക്കുന്നത്? നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കൃപ നീ വാങ്ങിക്കുക, ദൈവം നിന്നെ എടുത്തുപയോഗിക്കും. നീ അയാളെ അനുകരിക്കുകയൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ലാ ചൊവ്വയെ പറയാൻ കിട്ടത്തില്ല, ഴാ ചൊവ്വയെ പറയാൻ കിട്ടത്തില്ല. അദ്ദേഹത്തിൻ്റെ ലായും റായും ഒക്കെ റായായിട്ടാണ് നിൽക്കുന്നത്. നീ എന്തിനാ? നിനക്കിത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ.
ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം മുഴുവൻ എന്നാണെന്നറിയാമോ? അനുകരണത്തിൽ ദൈവകൃപ വ്യാപിക്കത്തില്ല. ഇത് പറയാൻ വേണ്ടിയാ. അനുകരണത്തിൽ ദൈവകൃപ വ്യാപിക്കത്തില്ല. അനുകരണത്തിൽ ദൈവകൃപ വ്യാപിക്കത്തില്ല. നീ നിൻ്റെതായ ദൈവകൃപ ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുക. നിൻ്റെ അത്ര പോലും കൃപയില്ലാത്തവര്, മിടുക്കരല്ലാത്തവര്, ദൈവശക്തി ഇല്ലാത്തവര്, നിൻ്റെ അത്ര പോലും കാണാൻ ശേഷിയില്ലാത്തവര്, യോഗ്യതയില്ലാത്തവര് നിന്നെക്കാൾ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം എന്നാണെന്നറിയാമോ? അവരിലൂടെ ഒരു ദൈവകൃപ വ്യാപരിക്കുന്നു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് അത് പറയുക, കർത്താവേ എനിക്ക് നിന്റെ കൃപ വേണോപ്പാ. നിന്നോട് പറ്റിച്ചേർന്ന് ഞാൻ ഇരിക്കുക, നിന്നോട് ചേർന്ന് ഞാൻ ഇരിക്കുക. കർത്താവേ എനിക്ക് നിന്റെ കൃപ വേണം. നിന്റെ മനസ്സെന്തെന്നറിയുവാൻ, നിന്റെ ഹൃദയത്തിൻ്റെ ആലോചന എന്തെന്നറിയുവാൻ, നിന്റെ ശബ്ദം എന്തെന്ന് കേൾക്കുവാൻ എൻ്റെ കാതുകളെ തുറന്ന്, എൻ്റെ കണ്ണുകളെ തുറന്ന്, എൻ്റെ ഹൃദയത്തെ തുറന്ന് ഞാൻ നിന്നോട് ചേർന്നിരിക്കുക. കർത്താവേ, ദൈവം തൻ്റെ ആലോചന നിങ്ങൾക്ക് പറഞ്ഞു തരും. ദൈവം തൻ്റെ ശക്തി നിങ്ങൾക്ക് പകർന്നു തരും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ഗേഹസി വടിയുമായിട്ട് പോകുന്നു. എൻ്റെ വിഷയം വടിയിലല്ല ദൈവശക്തി, അത് പറയാൻ വേണ്ടി മാത്രമാണ്. ദൈവശക്തി നിന്നില, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തില. നിന്നോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കണം. ഒന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. നടക്കാൻ ഞാനായിട്ട് സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ അധ്യായത്തിൽ കണ്ടത് നമ്മൾ കാണുന്നല്ലോ. പിന്നെ വരുന്ന അധ്യായത്തിൽ ഇവൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ഞാൻ പറയട്ടെ, ചിലരുടെ ഒന്നും ജീവിതത്തിലൊരു ഗതി പിടിക്കാത്തതിൻ്റെ കാരണം അറിയാമോ? ഉദ്ദേശശുദ്ധിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ശരിയാ, പാടുന്നുണ്ട് ശരിയാ, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവശക്തി വ്യാപരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? സംതിങ് ഈസ് റോങ്. ഗേഹസി മടങ്ങി വന്നു. വളരെ ഭാരത്തോടുകൂടെ. ഒന്നും സംഭവിച്ചില്ല, എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാമെന്നല്ലോ. അതാണ് ഗേഹസി മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ പോവുക. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി തീർക്കുവാൻ, കുരുടർക്ക് കാഴ്ച നൽകി കൊടുക്കുവാൻ, ചെകിടിന് കേൾവി നൽകി കൊടുക്കുവാൻ പൂർണ്ണ അധികാരത്തോടുകൂടെ ദൈവം അവരെ പറഞ്ഞയച്ചു. അവർ സന്തോഷത്തോടുകൂടെ പോയി യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് നൽകിക്കൊടുത്ത അധികാരത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ചെല്ലാം യേശുവിനോട് വന്ന് മടക്കി പറയും, കർത്താവ് ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കീഴടങ്ങുന്നു. എന്തോ ഒരു പവർഫുൾ ടെസ്റ്റിമണി ആയിരുന്നു ഇവരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞത്. അല്പനാളുകൾ കഴിഞ്ഞു, ഒരു പിതാവ് ഭൂരഗ്രസ്തനായ ഒരുവനെ സൗഖ്യത്തിനായിട്ട് ഇവരുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. 9 ശിഷ്യന്മാർ. എന്താ 9 എന്ന് ഞാൻ പറയാൻ കാരണം, 3 പേര് അവിടെ മറുമലയിലെ കർത്താവിനോട് കൂടാ. തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ മഹത്വത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ നടക്കുന്നത് മുഴുവനും. മാറി മാറി ശാസിച്ചിട്ടും എന്തൊക്കെ ശാസിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒന്നും നടക്കുന്നില്ല. വളരെ വേദനയോടുകൂടെ പിതാവ് യേശു മറുമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, നിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടോ സാധിക്കുന്നില്ല, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. കർത്താവ് ഭൂതത്തെ ശാസിച്ചു, സൗഖ്യം നൽകി കൊടുത്തു. നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരെണ്ണം പോയില്ലെന്ന് വിചാരിച്ചിട്ട്, ഒരു ഭൂതം പോയില്ലെന്ന് വിചാരിച്ചിട്ട് ബാക്കി എത്രയോ ഭൂതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഇതിനിപ്പോൾ തന്നെ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ പോയില്ല. ഇല്ല. ഈവൻ വെൻ ദേ ഫെയിൽഡ് ഇൻ വൺ തിങ്, ഒരു ചെറിയ പരാജയം അല്ലെങ്കിൽ ഈ ഒരു പരാജയത്തിൻ്റെ മുൻപിൽ അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുന്നു, കർത്താവേ ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഓരോ പ്രസംഗവും കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധി ചെന്നിരുന്നൊരു സെൽഫ് ഇവാലുവേഷനുണ്ട്. ഞാൻ സ്വയം കർത്താവിനോട്, കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല എന്നെനിക്കൊരു സംശയം തോന്നുന്നു. വേണ്ട രീതിയിൽ എനിക്ക് ദൈവത്തിൻ്റെ വചനം എനിക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞ എവിടാണ് എനിക്ക് പരാജയം പറ്റിയത്? എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റാൻ കാരണം? എന്താണെന്ന് എൻ്റെ പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും
കർത്താവിൻ്റെ അടുക്ക ചെന്നിരുന്നിട്ട്, കർത്താവേ, ഐ ഡോണ്ട് നോ വൈ, എനിക്കറിയത്തില്ല, എന്തോ എവിടോ ഐ മിസ്ഡ് സംതിങ്, എവിടോ എനിക്ക് എന്തോ നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നേക്കാൾ കഴിവില്ലാത്തവർ, പ്രാപ്തിയില്ലാത്തവർ, യോഗ്യതയില്ലാത്തവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അവർ ശക്തമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ, കർത്താവേ, where did I miss? എവിടാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരാജയം വന്നത്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്ന് ചോദിക്കുക, കർത്താവേ, why couldn't we? ഒരു മാസ് പരാജയമായിരുന്നു അല്ലേ? 9 എണ്ണത്തിനും കഴിഞ്ഞില്ലെന്ന് പറയുന്ന ഒരു വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കർത്താവ് അതിന് മറുപടി നൽകി കൊടുത്തു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങൾ, you have to pray more, you have to fast more. Sometimes we are so busy in the ministry. ചിലപ്പോഴൊക്കെ നമ്മൾ ശുശ്രൂഷയിലെ ഒത്തിരി ബിസിയാണ്. നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനേക്കാളെല്ലാം നമ്മുടെ തന്നെ പരാജയത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതാ ഏറ്റവും ദയനീയമായ സ്ഥിതി. If we fail to understand our own failure, നാം നമ്മുടെ പരാജയത്തെ കണ്ടെത്താൻ പരാജയപ്പെടുന്നെങ്കിൽ അതിനേക്കാൾ ശോചനീയമായ അവസ്ഥ വേറെയില്ല. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, why can't we? എന്തുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല? ഞാൻ പറയട്ടെ, ചോദിച്ചാൽ കർത്താവ് പറയും. വളരെ സ്നേഹത്തോടെ പറയും, ആർദ്രതയോടെ കർത്താവ് പറയും. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞു പടപടപട എന്ന് നിനക്കുള്ളതല്ല, അതൊക്കെ എനിക്കുള്ളതാണ്. നോ, ഇല്ല. കർത്താവ് വളരെ ശാന്തമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നിങ്ങൾക്കതിന് സമയമില്ല. ഈ ദിവസങ്ങളിലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉപവസിക്കാൻ തയ്യാറാകുമോ? ഞാൻ സഭയായിട്ടൊരു ഉപവാസനല്ല ഇപ്പം വിളിക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ട്. എന്നെ ബോധിപ്പിക്കാനുമല്ല, വ്യക്തിപരമായിട്ട് ഒരു 2-3 ദിവസം കർത്താവിൻ്റെ സന്നിധിയിലിടുന്ന നീയും കർത്താവും മാത്രം. ഐ നോ ദാറ്റ് സംതിങ് ലാക്കിങ് ഇൻ. എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എവിടേക്കോ എന്തൊക്കെയോ എന്നെക്കൊണ്ട് പഴയതുപോലൊന്നും പറ്റുന്നില്ല. ഐ വാണ്ട് ടു നോ ഇറ്റ്. എനിക്കതെന്തുവാന്ന് അറിയണം. നിങ്ങൾക്കറിയാമോ, ഈ സഭയുടെ ആരംഭം അങ്ങനെ ആയിരുന്നു. ഞാൻ സെമിനാരിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ഈ സഭയുടെ ചുമതല ഞാൻ ഏറ്റെടുക്കുമ്പോഴേ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഇൻ മിനിസ്ട്രി. ശുശ്രൂഷയിൽ എൻ്റെ ജീവിതം എനിക്ക് പാഴാക്കി കളയാൻ എനിക്ക് താല്പര്യമില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ടൊന്ന് എന്നോട് സംസാരിച്ചു. നിൻ്റെ സഭയുടെ അവസ്ഥ എന്തുവാന്ന് ഞാൻ കാണിച്ചു തരാം. റീഡ് ബുക്ക് ഓഫ് എസെക്കിയേൽ 37. എസെക്കിയേൽ വായിക്കാൻ പറഞ്ഞു. അസ്ഥി താഴ്വര. നിൻ്റെ സഭയുടെ അവസ്ഥ അതാണ്. ഒരു കാലത്ത് ജീവനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് ജീവനില്ല. അന്ന് മുതൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കാൻ തീരുമാനിച്ചു. കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും ചെയ്യുമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. തുടർന്ന് അങ്ങോട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. വലിയ അതിശയ പ്രവൃത്തികൾ ദൈവം സഭയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയിൽ ഇറങ്ങി വരാനായിട്ട് തുടങ്ങി. ആത്മാക്കൾ കൂട്ടത്തോടെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങി. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിരിക്കാമോ? വേറിട്ടിരിക്കാമോ? ഗോഡ്, വാട്ട്സ് റോങ് വിത്ത് മീ? കർത്താവേ, എന്താണ് എൻ്റെ പരാജയം? എൻ്റെ അത്ര കഴിവില്ലാത്തവർ, എൻ്റെ അത്ര പ്രാപ്തിയില്ലാത്തവർ, എൻ്റെ അത്രതായ അവരൊക്കെ പറന്നടിച്ച് ഉയർന്ന് പോകുമ്പോൾ താവേ, ഞാനിപ്പോഴും തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്നെങ്കിൽ താവേ, ഐ വാണ്ട് യുവർ വോയിസ്. അങ്ങനോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗഹസിയുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ അവസരം ഒത്തിരി ഉണ്ടായിരുന്നു. എലിശാ അതുവരെ ഉപയോഗിച്ചിരുന്ന വടിയാണ് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. വൈ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്?
തിരിച്ചു വന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്തേ ഇത് സംഭവിച്ചില്ല, എന്തു പറ്റി? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് സമയം ഒന്ന് ചെലവഴിക്കാൻ പറ്റുമോ? വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ, പരാജയമാണ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, എവിടേക്കോ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് മുന്നേറാനായിട്ട് സാധിച്ചില്ല, എത്തിപ്പറ്റാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ, ദൈവസ്ഥലം നിന്ന് മുഴങ്കാലെടുക്ക്, ഒരു പുസ്തകവും ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ അടുക്കൽ വയ്ക്ക്. കർത്താവ് പറയുന്ന മുഴുവൻ എഴുതി വയ്ക്ക്. ജീവിതത്തെ അതനുസരിച്ചൊരു ക്രമീകരിക്കുക. ഒരുപക്ഷെ ഒരു വലിയ വില കെട്ടേണ്ടി വരും. ഒരു വലിയ വില ഒരുപക്ഷെ കെട്ടേണ്ടി വരും. ഇന്ന് രാവിലെ സമയം ഒരു വ്യക്തി ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്, ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ആലോചന എന്നോട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, ദൈവം ഇതാ പറയുന്നതെന്ന് പറഞ്ഞു. ശരി പാസ്റ്റർ, ഞങ്ങളതനുസരിക്കാൻ പോവുക, പക്ഷേ ഒരു വലിയ വില ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുക. ആലോചന ചോദിക്കാതെ ഒരു വസ്തു വാങ്ങിക്കാനായിട്ട്, ഒരു വീട് വാങ്ങിക്കാനായിട്ട് കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. കുറച്ചൊന്നുമല്ല, കുറച്ചധികം. പക്ഷെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അത് അവർക്കുള്ളതല്ല, അത് ചെയ്യരുത്. അവരതുപോലെ തന്നെ അങ്ങ് ഏറ്റെടുത്തു. അവർ പറഞ്ഞു, ശരി പാസ്റ്റർ, ഇന്ന് ഞങ്ങളിത് ക്യാൻസൽ ചെയ്യാം, പക്ഷേ ഞങ്ങൾ കൊടുത്ത പൈസ മുഴുവൻ ഞങ്ങൾക്ക് പോകും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതായിട്ട് ദൈവത്തിൻ്റെ ആലോചന ഏറ്റവും വലുത്. ഒരു ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളുടെ ആ തീരുമാനത്തെ മാനിച്ചിരിക്കാൽ അത് നിങ്ങൾക്ക് കൊടുത്ത പൈസ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തിരികെ ലഭിക്കേണ്ട പദ്ധതിയും കർത്താവ് ഒരുക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. ഒരു വില കെട്ടേണ്ടി വന്നാലും ദൈവാലോചനയുടെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണോ? അപ്പോസ്തലനായ പൗലോസോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം പറയാണ്, ആസിയയിൽ പോയി സുവിശേഷം പ്രസംഗിക്കരുത്, ആസിയയിലോട്ട് പോകരുത്. ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമായി നിയമിച്ചിരിക്കുന്നു, നിന്നോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച കർത്താവ് പൗലോസിനോട് പറയാണ്, ഡോണ്ട് ഗോ ടു ഏഷ്യ, ആസിയയിലേക്ക് നീ പോകരുത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നത് പ്രയോജനപ്പെടാതിരിക്കാൻ വേണ്ടി പിശാച് എന്നെ എന്ത് ചെയ്യുന്നതാ, ഒരു ആലോചനയായിട്ട് തന്ത്രമായിട്ട് വന്നിരിക്കുന്നത് എന്ന് നീ പറയുന്നെങ്കിൽ യു ആർ മിസ്സിങ്. പൗലോസ് മനസ്സാ അന്ന് വേറൊരു ദർശനം കേൾക്കുന്നു. ദർശനം യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. മാസിഡോണിയയിലെ 2 പുരുഷന്മാർ വന്ന് പറയുന്നു, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന്. ആസിയ പോകാനാ പൗലോസ്, ഏഷ്യ പോകാനാ പൗലോസ് പദ്ധതിയിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ യൂറോപ്പിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടിക്കറ്റ് വരെ വാങ്ങിച്ചതാണ് പോകാനായിട്ട്, എല്ലാം പെട്ടി എല്ലാം നടക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു, പോകരുത്, ആസിയ പോകരുത്. ആരോടുള്ള ദൈവത്തിൻ്റെ ഒരു ദൂത. ചിലതിനൊക്കെ നീ ഒരുങ്ങിക്കിട്ടി, പക്ഷേ കർത്താവ് നിന്നോട് വളരെ വ്യക്തമായിട്ട് നിനക്ക് ഇരുന്നു, ഡോണ്ട് ഡു ഇറ്റ്. എൻ്റെ പ്രസംഗത്തിൻ്റെ സമാപ്തിയിലേക്ക് വരുന്നു. ദൈവശബ്ദത്തിനായിരിക്കട്ടെ മുൻഗണന. ദൈവശബ്ദം അനുസരിക്കുമോ, ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. ദൈവശബ്ദം അനുസരിക്കുമോ, ദൈവ സാന്നിധ്യം ഉണ്ടായി. യൂറോപ്പ് മുഴുവനും സുവിശേഷീകരിക്കുവാൻ ദൈവം ഭക്തനെ ഉപയോഗിച്ചു. എന്നിട്ട് റോമാലേഖനം എഴുതുമ്പോഴും പറയുന്നു, ഇനി എനിക്ക് ഇവിടെങ്ങും പ്രസംഗിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവേ, ജീവിതത്തിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. നിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം മതി. എനിക്ക് നിന്നോട് ചേർന്നിരിക്കണം. എനിക്ക് നിൻ്റെ സാന്നിധ്യമായ ഏറ്റവും വലുത്. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? എനിക്ക് നിൻ്റെ സാന്നിധ്യമായ ഏറ്റവും വലുതപ്പാ. ഐ വാണ്ട് എ ബൈഡ് ഇൻ യുവർ പ്രസൻസ്. എനിക്ക് നിൻ്റെ സാന്നിധ്യത്തിൽ വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്ത് വില കെട്ടേണ്ടി വന്നാലും, എന്ത് വില കെട്ടേണ്ടി വന്നാലും, ഏതിനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോ എന്നെനിക്ക് പറയേണ്ടി വന്നാലും ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചിരുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ,
അങ്ങയുടെ ജീവിപ്പിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വിലക്കുന്ന അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. എപ്പോഴും നീ വഴി തുറക്കുന്നവൻ മാത്രമല്ലല്ലോ, നീ ചിലതൊക്കെ അടയ്ക്കുന്നവനുമാണ്. നീ അടയ്ക്കുമ്പോഴത് നീ അടച്ചതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തെ ആശീർവദിക്കണമേ അപ്പാ. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിൻ്റെ സന്നിധിയിടുന്ന ദൈവശബ്ദത്തെ വ്യക്തമായി കേട്ടു എന്നുള്ള ബോധ്യത്തോടുകൂടെ മുന്നേറുവാൻ നിൻ്റെ ജനത്തിന് കൃപ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കട്ടെ, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.